എങ്ങനെയുണ്ട് ഇപ്പൊ? കുറവില്ലേ? ഓ എന്റെ മോനെ അങ്ങനെ അങ്ങ് പോണു. ചില സമയത്ത് വയറിനകത്തുന്ന ഒരു എരിച്ചില, പിന്നെ അതങ്ങ് കയറി നെഞ്ചത്ത് വന്നിരിക്കും, പിന്നെ അതിങ്ങോട്ട് തലയ്ക്കകത്തോട്ട് കയറി കഴിഞ്ഞാ എന്താ വിഷമോന്നറിയത്തില്ല. ചങ്ക് പൊട്ടണോ തല പൊട്ടണോ ആകെപ്പാടെ ഒരു വെപ്രാളോ. അയ്യോ എനിക്ക് അതുപോലെ തന്നെ ഈ അടി വയറ്റിന്ന് ഒരു വെപ്രാളം അങ്ങോട്ട് കയറിയാൽ അങ്ങോട്ട് മേളിലോട്ട് വന്ന് നെഞ്ചരിച്ചിലാണോ തലയ്ക്ക് എന്താണെന്ന് എനിക്കറിയാൻ വയ്യ. അത് നെഞ്ചത്ത് കയറുന്നോ തോളി കയറുന്നോ എവിടെയാണോ എനിക്കൊന്നും അറിയാൻ വയ്യ. എന്നിട്ട് ഈ കാലിൽ നിന്നൊരു വേദന ഇങ്ങോട്ട് വരും. ഓ ഒരു ചുവട് വയ്ക്കാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ ഗ്യാസ് ആണെന്ന് പറഞ്ഞാ ഇരുന്നത്, പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായത് അതൊന്നും അല്ല. പിന്നെ പ്രായമാകുമ്പോ വരുമല്ലോ എന്തെങ്കിലും അസുഖം. അമ്മയ്ക്ക് മരുന്നെങ്കിലും ഒക്കെ വാങ്ങിച്ചോണ്ട് തരുന്നുണ്ടല്ലോ. എനിക്കാണെങ്കിൽ ഞാൻ എൻ്റെ മടിക്കുത്തഴിക്കണം മരുന്ന് വാങ്ങിക്കണമെങ്കിൽ. രണ്ടൊന്നെണ്ണം നിൽക്കുന്ന ഒരു എന്തോന്ന് എന്ത് നാണക്കെട്ട വർത്താനം, എന്തോ നാണക്കെട്ട വർത്താനം. നാട്ടുകാർ അറിയണ വേണ്ടി കുറച്ചെങ്കിലും ഒക്കെ ഞാൻ സഹിക്കുന്നൊരു ക്രമമുണ്ട്. ഞാനുള്ള കാര്യം പറയാമല്ലോ, ഞാനൊക്കെ സഹിക്കുന്നുണ്ട്. ഒരുവിധം പൊരുത്തപ്പെട്ട് ഞാൻ കൊണ്ടു നടക്കുകയാണ്. അതേ എനിക്ക് ഉമ്മടുത്ത് പറയാനുള്ളത്. നമ്മൾ സഹിക്കണം, വയസ്സായില്ലേ, അതിലും കഷ്ടമാ. ഈ ഉമ്മയുടെ കാര്യം എങ്ങനെയാണ്? എന്തോരം സ്നേഹിച്ചാലും കുറ്റവും പറയുള്ളൂ. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് മനുഷ്യൻ നോക്കണത്? ഉമ്മ പറഞ്ഞാൽ എന്തേലും കാര്യമില്ലാതിരിക്കില്ല. സാറിന് എന്താ ജോലി? അയ്യോ സാറൊന്നും വിളിക്കണ്ട, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പണിയില്ലാത്തത് ഇവനമ്മ. ഇത് എന്റെ കെട്ടിയാൻ ക്ലീറ്റോ, പാർട്ടിയില് വലിയ ആളമ്മ, മന്ത്രിയാവാനൊക്കെ പോണ ആളാ. തള്ളു നീ ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞ എന്താ കാര്യം? ഞാനെന്താടി പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ലേ ഇപ്പൊ? ഞാൻ സത്യം പറഞ്ഞല്ലേ. നിങ്ങൾക്കൊന്ന് നിർത്താമോ? ഇതാ മുഖത്തോട് മുഖമൊക്കെ എപ്പോഴും കീരിയും പാമ്പും പോലെ. അയ്യേ തല്ല് പിടിക്കല്ലേ മക്കളെ. അയ്യോ ഫസ്റ്റ് മുതല് ഞാൻ പറഞ്ഞതിൽ എന്താടാ തെറ്റ്? തമ്മിൽ തല്ലുന്ന കുടുംബം നശിച്ചു പോകത്തേ ഉള്ളൂ. ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്യണ്ടേ? ഈ സമാധാനമില്ലാത്ത കുടുംബം പിന്നെ എന്തിനു കൊള്ളാം? ആരാണപ്പോ ഈ ഉപദേശിക്കണത്? വെള്ളമൊക്കെ എടുത്തോ? അയ്യോ പറഞ്ഞിട്ട് വന്നിരുന്നെങ്കിൽ എന്തേലും ഒക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചേനെ. അമ്മ വെള്ളം എടുക്ക്. അയ്യോ ഇതാ പൊടി കലക്കുന്ന വെള്ളമല്ലേ, അത് കൊള്ളത്തില്ല. അയ്യോ ഇത് കൊള്ളാം, തൽക്കാലത്ത് കുടിക്കാം. എല്ലാരും ഇത് ഓരോന്നങ്ങ് കഴിച്ചു നോക്ക്. എന്റെ മൂത്ത മോൻ മുനീർ വന്നപ്പോഴേ വാങ്ങിച്ചോണ്ട് വന്ന അവൻ എന്ത് സാധനം വാങ്ങിച്ചാലും നല്ല സാധനമായിരിക്കും. അയ്യോ ഞാൻ ഏത്തക്ക കഴിക്കത്തില്ല, കൊച്ചുങ്ങൾക്ക് ഇതിനെ പോലെ ഒന്നും അല്ലോട്ടോ. ഇതാണ് ഈ ഉമ്മാന്റെ കുഴപ്പം. ഈ മുനീർക്ക് ഉണ്ടല്ലോ 2 മാസം കൂടുമ്പോ ഒക്കെ ഒന്ന് ഉമ്മാനെ കാണാൻ വരിക. അന്നേരം ഒരു 1.5 കിലോ നേന്ത്രപ്പഴവും കൊണ്ട് വരും. പിന്നെ കൊറേ നാളത്തേക്ക് അതിന്റെ മഹത്വം പറച്ചില്ല. എന്നാ ഫാസിലിക്ക് എന്തെല്ലാം കാര്യം ഈ ഉമ്മാക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ? അതിന്റെ ഒരു നന്ദിയില്ല. ഇവനെ പോലൊന്നും അല്ല, അവൻ എന്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ട്. ഉമ്മ പറഞ്ഞ അത് നേരാ കേട്ടോ. ഉമ്മ നല്ല പഴവാ, നാടൻ പഴവാ. മുനീറിന് അറിയാം നോക്കി മേടിക്കാൻ. ഈ ഫാസിലിക്ക ദിവസം ജോലിക്ക് പോയാലുണ്ടല്ലോ ആ പോസ്റ്റുമേൽ കയറിയുന്നോണ്ട് എത്ര പ്രാവശ്യം എന്നെ വിളിക്കുന്നതെന്ന് അറിയാമോ? ഉമ്മാക്ക് ഗുളിക കൊടുത്തോ, വെള്ളം കൊടുത്തോ, ചോറ് കൊടുത്തോ, ഗുളിക കൊടുത്തോ എന്ന് ചോദിച്ചോണ്ട്. എന്നാ ഈ ഉമ്മാക്ക് വല്ല ചിന്ത ഉണ്ടോ ഇക്കാനെ പറ്റി? നീ എന്താണ് കിടന്ന് ചലക്കുന്നേ? അടിക്കടാ അവളെ. അതെ അവളെ എന്നെ അവനെ കൂടെ തെറ്റിക്കാൻ നോക്കുന്ന നാശിച്ചവള്. ഇക്ക വന്നേ. കണ്ട 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 അവള് കണ്ണു കാണിച്ചു. ദേ പോണു അവനെ പെങ്കോന്തൻ. അയ്യേ ഉമ്മ, ഉമ്മ എന്താ അത് വെറുതെ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ട് പോയതായിരിക്കും. വെറുതെ ഒന്നുമല്ല, അതിലെന്തോ കാര്യമുണ്ട്. അവൻ ആ പോയത് ശരിയല്ല. അമ്മ എപ്പോഴും ഇത് തന്നെ. അവളിങ്ങനെ തിരി കൂട്ടി 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 കൊടുക്കും അവന്. എന്ന് മഴക്കുണ്ടല്ലേ? ഓ ഒന്നും പറയണ്ട, ഞാനല്ലേ അനുഭവിക്കുന്ന ഇവിടെ കിടന്നുണ്ട്. നിങ്ങളാരും കാണുന്നില്ലല്ലോ. ആണുങ്ങളായാലേ ഒരു ഉറപ്പ് വേണം. ചുമ്മാ പെണ്ണുങ്ങളെ വാക്കും കേട്ട് എപ്പോഴും അങ്ങനെ നടന്നാലോ. അറിയില്ല അമ്മ, കൊച്ചു ചേർക്കണല്ലേ, ജീവിതം പഠിച്ചു വരണല്ലേ ഉള്ളൂ. ഒന്നുമല്ലെങ്കിൽ അവൻ ഓർക്കണ്ടേ, ബാപ്പ മരിച്ചെന്ന് കഷ്ടപ്പെട്ട് ഞാൻ ഇത്രയും വളർത്തിയതല്ലേ അവന്. അല്ല ഇനി അവനുണ്ടോ? ഞാൻ ഉപദേശിച്ചോളാം. നിങ്ങളൊക്കെ ഒന്ന് ഉപദേശിച്ചു കൊടുക്കും. അവനാണ് അവന്റെ അടുത്ത കൂട്ട്, അത് തന്നെ ഒരു വലിയ ദോഷമാണ്. എന്താണ് ഇത്തിരി കഷ്ടാണ് ഇക്ക. ആരെവിടെ കയറി വന്നാലും ഈ ഉമ്മ എന്നെ എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഓരോ മുമ്പിൽ വെച്ച് ഇല്ലാത്ത കുറ്റങ്ങൾ മുഴുവനും. ഷാഹിദ നിന്നെ എനിക്കറിയാല. ഞാൻ നിന്നോട് 100 വട്ടം പറഞ്ഞിട്ടില്ല ഉമ്മ എന്തേലും പറയുമ്പോ നീയൊന്നും മിണ്ടാതിരിക്കുന്നു. ഞാൻ മിണ്ടാണ്ടിരുന്ന അവര് വിചാരിക്കൂല ഉമ്മ പറയണ മുഴുവൻ സത്യാണെന്ന്. അവരങ്ങനെയൊന്നും വിചാരിക്കൂല. നീ ഒപ്പത്തിനൊപ്പം പറഞ്ഞിട്ടല്ലേ ഉമ്മ അതിനൊപ്പം പറയണ. ഇപ്പൊ ഞാൻ നാണം കെട്ട അവരുടെ മുമ്പിൽ. എനിക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ ഉമ്മ പറയുമ്പോ ഞാൻ മിണ്ടാണ്ടിരുന്ന കഴിഞ്ഞാൽ അവരങ്ങനെ വിചാരിക്കൂലോ വെച്ചിട്ടാ ഞാൻ പറയുന്നത്. നീ ഒപ്പത്തിന് പറയണ്ട, നിനക്കൊന്നും മിണ്ടാതെ നിന്നാലെന്താണ്? ഉമ്മയുടെ സ്വഭാവം അതാണെന്ന് അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ ഇപ്പൊ അതിന്റെ ഒപ്പത്തിനൊപ്പം പറഞ്ഞിട്ടല്ലേ മോശമായത്. ഇപ്പൊ എന്താണ് അവർക്ക് കഴിക്കാൻ കൊടുക്കണം? മിണ്ടല്ലേ നോക്കി.
ഇവിടെ ഇപ്പൊ ഇതേ ഉള്ളൂ. എന്തുട്ടത്? ഇത് ബിസ്ക്കറ്റും മിച്ചറും ഒക്കെ ഉള്ളൂ. ഇത് മാത്രമുള്ള? അപ്പൊ ഞാൻ ആ ചിപ്സ് മേടിച്ചോണ്ടെന്നാ മുഴുവൻ നീ കയറ്റിയ? ഇക്ക വേണ്ട കേട്ടാ, നിങ്ങളെ മോൻ തന്നെയാണ് അതൊക്കെ എടുത്ത് തിന്നുന്നത്. ഇതിപ്പോ ഇതെങ്ങനെ ഒരു മനുഷ്യന്റെ മുമ്പിൽ വെച്ചുകൊണ്ടുപോയി കൊടുക്കും? ഞാനതല്ലേ പറഞ്ഞത്, എന്തെങ്കിലും കൊടുക്കണമല്ലോ അവർക്ക്. ഇത്തിരി നേരം ഇരിക്കുമോ അവര്, ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാം. അവർക്ക് തിന്നാനൊന്നും കൊടുക്കണ്ട, തലക്ക് വെളി കൊടുത്താൽ മതി രണ്ടാളും കൂടി കേട്ടാ. അവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്, ഇവിടെ ഉള്ളതും ഇല്ലാത്തൊക്കെ അറിയാം. അവരെ വീട്ടിലും ഇതൊക്കെ തന്നെ ഉണ്ടല്ലോ, അവര് പറയുന്നത് ഞാനും കേട്ടല്ലോ. അതൊന്നും കുഴപ്പമില്ല, നീ ഇതങ്ങോട്ട് കൊടുത്തേച്ചാൽ മതി സന്തോഷത്തോടെ. ഇനി ഒന്നും മിണ്ടണ്ടേട്ടാ, നടക്കും.